ആ, ദേ ആൽഫി ചേട്ടൻ വന്നല്ലോ. അവനെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അലീന പറഞ്ഞു. ഇരുന്നോടി. എന്തിനാ എഴുന്നേറ്റത്? വിനോയ് പോയിട്ട് വന്നില്ലേ? അലീനയ്ക്കൊപ്പം എഴുന്നേറ്റു. മുഖം കുനിച്ചു നിന്ന അല്ലിയെ നോക്കിക്കൊണ്ട് തന്നെ ആൽഫി തിരക്കി. വല്യപ്പച്ചനെ ഒക്കെ കൊണ്ടുവിടാൻ തറവാട്ടിലേക്ക് പോയതാണ്. അലീന പറഞ്ഞതിന് അവനൊന്ന് മൂളി. അവൻ വരുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അല്ലിയുടെ വല്ലായ്മയോടെയുള്ള നിൽപ്പ് കണ്ട് ആൽഫി എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങുമ്പോൾ പറഞ്ഞു. എൻ്റെ അല്ലി, നീ എന്തിനാ ചേട്ടായി കാണുമ്പോൾ ഇങ്ങനെ നെർവസ് ആവുന്നത്? ആൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമുള്ളോണ്ടല്ലേ പെണ്ണെ ഈ മിന്നുകെട്ടി കൂടെ കൂട്ടിയത്? അല്ലിയുടെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന ആ ഇത്തിരി പൊന്നു പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് അലീന ചോദിച്ചു. എനിക്ക് എനിക്ക് ഈ മിന്നണിയാൻ എന്ത് യോഗ്യതയുണ്ട് അലീന? കുനിഞ്ഞിരുന്നു കൊണ്ട് അല്ലി തിരക്കി. ആ പോയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നീയാണ്. അതാണ് നിനക്കുള്ള യോഗ്യത. അല്ലിയുടെ ഹൃദയം പിടഞ്ഞ നോവറിഞ്ഞതുപോലെ, സ്വന്തം കൂടപ്പിറപ്പിനെ എന്നതുപോലെ അലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന്. എൻ്റെ മനസ്സ് അത്രയേറെ മരവിച്ചു പോയി. നിന്റെ ചേട്ടായി എന്നെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്നുപോലും എനിക്ക് അറിയൂല അലീന. നെഞ്ചു നീറ്റുന്ന ഓർമ്മകളിൽ കണ്ണിൽ കനൽ നിറച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. ഇല്ലേമ്മ, നിന്റെ മനസ്സിലെ മരവിപ്പ് മാറ്റി അവിടെ എനിക്കായുള്ള പ്രണയം നിറയ്ക്കാൻ നിന്റെ ഇച്ഛന് കഴിയും. എനിക്കത് ഉറപ്പാണ്. അല്ലി പറയുന്നത് കേട്ട് മുറിക്ക് പുറത്തു നിന്ന് ആൽഫി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് പടികൾ ഓടിക്കയറി. നമുക്ക് വിവാഹം കഴിച്ചാലോ വിനു? ഇനിയും താമസിക്കാൻ പറ്റില്ല. തൻ്റെ മേലേക്ക് ആവേശത്തോടെ പറന്നു കയറുന്നവനോട് ഡാലി ചോദിച്ചു. എന്നാൽ അവനൊന്നും മിണ്ടാതെ അവളുടെ മാറിലേക്ക് മുഖമർത്തി. ഞാൻ ചോദിച്ചതിന് എന്താ വിനു മറുപടി പറയാത്തത്? എൻ്റെ ഡാലി, കല്യാണമൊക്കെ കഴിക്കാം. ഇപ്പോൾ നീയൊന്ന് അടങ്ങിക്കിടന്നേ. അവളുടെ മാറിൽ കടിച്ചു നോവിച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. ആ നോവിൽ ഡാലിയുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്താ വിനു ഇത്? എനിക്ക് വല്ലാതെ നോവുന്നുണ്ട്. അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞെങ്കിലും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് വിനോദ് ചെയ്തത്. 2-3 ദിവസമായിട്ട് നിനക്ക് എന്താ ഡാലി ഒരു താല്പര്യമില്ലായ്മ? അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ നോവിക്കേണ്ടി വന്നത്? അവളുടെ ദേഹത്തു നിന്ന് അടർന്നു മാറുമ്പോൾ അവളുടെ ദേഹത്തെ ചുവന്ന പാടുകൾ കണ്ട് വിനോദ് പറഞ്ഞു. അതൊന്നും സാരമില്ല വിനു, അതൊക്കെ ഞാനും ആസ്വദിക്കുന്നുണ്ട്. പിന്നെന്താ? എഴുന്നേറ്റിരിക്കാൻ പോലും ബുദ്ധിമുട്ടിയെങ്കിലും ഡാലി പറഞ്ഞു. കല്യാണക്കാരും എന്താ വിനു നിന്റെ തീരുമാനം? ഒരു താലി നിന്റെ കഴുത്തിൽ കെട്ടിയില്ല എന്നേ ഉള്ളൂ. നമ്മൾ എന്നേ ഈ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയതല്ലേ? ഇങ്ങനെ പോരെ ഡാലിയ? അങ്ങോട്ട് പരസ്പരം യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഇതല്ലേ നല്ലത്? അവളുടെ കഴുത്തിൽ നാവ് ചേർത്തൊന്ന് നുണഞ്ഞുകൊണ്ട് വിനോദ് തിരക്കി. പറ്റില്ല, പറ്റില്ല വിനു. എനിക്കൊരു താലിയുടെ പിൻബലം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഈ സമൂഹത്തിൽ അഭിമാനത്തോടെ നന്നായി വളരാനാവില്ല. അവൻ്റെ ചോദ്യം കേട്ട് ദേഷ്യം നുരഞ്ഞു പൊന്തിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഡാലിയ അവനോട് പറഞ്ഞു. കുഞ്ഞോ, നീ കള്ളം പറഞ്ഞതാണോ ഡാലി? വിനോദ് അവിശ്വസനീയതയോടെ അവളെ നോക്കി. ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഈ മാസം പീരിയഡ്സ് ഒരാഴ്ച വൈകി. ഡാലിയ സങ്കടം ഭാവിച്ച് അവനോട് പറഞ്ഞു. നീ എന്താ ഇത് നേരത്തെ പറയാതെ ഇരുന്നത്? ഇതിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ഡാലിയ? പരിഭ്രമത്തോടെ വിനോദ് തിരക്കി. കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിനു. നമുക്ക് നാളെ തന്നെ വിവാഹം കഴിക്കാം. അതിനുശേഷം നിന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തന്നെ എന്നെ ഒരു പിഴച്ചവളായിട്ടാണ് നിന്റെ അമ്മയും അച്ഛനും പറയുന്നത്. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കൂടെ അറിഞ്ഞാൽ എൻ്റെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എന്താവുമെന്ന് ആർക്കറിയാം? വിനുവിൻ്റെ നഗ്നമായ നെഞ്ചിൽ മുഖം ചേർത്തിരുന്ന് ഡാലിയ പറഞ്ഞു. അവൻ്റെ വലതു കൈ അവളുടെ ഒട്ടിയ വയറിൽ മൃദുവായി ഇഴഞ്ഞു. അല്ലി മോളെ, ഇവിടെ നോക്കിക്കേ കുഞ്ഞെ. അല്ലിയുടെ കുനിഞ്ഞുപോയ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് സെലിം പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റിക്കറിയാം ഈ ഹൃദയം പിടയുന്നത്. പക്ഷേ ഇതും ദൈവഹിതമാണ് കുഞ്ഞെ. നീ എൻ്റെ ആൽഫിയുടേതാണ്. ദൈവമൊരിക്കലെ കൊച്ചെറുക്കൻ്റെ പെണ്ണ്. ഇത് നിങ്ങളുടെ കുഞ്ഞും. അങ്ങനെ നീ കരുതാവൂ. അല്ലിയുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സെലിം അലിവോടെ പറഞ്ഞു. ആൻറ്റി, എനിക്ക് അങ്ങനെ കരുതാനാവുമോ? ഈ കുഞ്ഞിനെ അതിന് ജന്മം നൽകിയ ആൾ പറഞ്ഞത് കൊല്ലുകയോ വളർത്തുകയോ ചെയ്യാനാണ്. ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ ആർക്കു പറ്റും? അച്ഛന് വേണ്ടാത്ത കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത്. ഈ തറവാട്ടിലെ ഓരോരുത്തരും അതിനെ വേറെ ആയില്ലേ കാണൂ? അല്ല, അങ്ങനെയല്ലേ കാണാൻ പറ്റൂ? അത് ഇവിടുത്തെ ആരുമല്ലല്ലോ. അന്ന് ആദ്യമായി മറ്റൊരാൾക്ക് മുന്നിൽ അല്ലി കണ്ണുനീരോടെ നിന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞെ, ഞാൻ എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ആൽഫി നിനക്കൊപ്പം ഈ കുഞ്ഞും കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തറവാട്ടിലുള്ളവരും അംഗീകരിക്കും. ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ കുഞ്ഞിനെ ഇവിടെ ആരും തള്ളിപ്പറയാൻ അവൻ സമ്മതിക്കില്ല. അതുപോരെ നിനക്ക്? പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നതിന് നല്ലത് മുന്നോട്ടുള്ള ജീവിതം കൊണ്ട് നീ സ്വയം മനസ്സിലാക്കുന്നതാണ്. പിന്നെ ഇനി ആര് കുഞ്ഞിനെ വേർതിരിവോടെ കണ്ടാലും
ഞാനും എൻ്റെ ആൽഫിയും കാണില്ല മോളെ. ഒരമ്മയെപ്പോലെ അല്ലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിം പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവരുടെ നെഞ്ചിലേക്ക് പതുങ്ങി നിന്നു. ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാൻ പോവണ കുഞ്ഞെ നീ? കിടക്കണ്ടേ? നിനക്ക് ക്ഷീണം തോന്നുന്നില്ലേ? കുറച്ചേറെ നേരം കഴിഞ്ഞിട്ടും അല്ലിയ നിൽപ്പ് നിൽക്കുന്ന കണ്ട് സെലിം സ്നേഹത്തോടെ തിരക്കി. ഞാൻ ഞാൻ ഇന്ന് ആൻറ്റിയുടെ കൂടെ കിടന്നോട്ടെ? അല്ലി വല്ലായ്മയോടെ ചോദിച്ചു. വേണ്ട മോളെ, നിങ്ങൾ ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുവാണ്. അപ്പോൾ രണ്ടിടത്തായിട്ട് നിന്നാൽ പറ്റില്ല. മോൾ ആൽഫിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. പരസ്പരം പറയാനുള്ളതൊക്കെ പറഞ്ഞ് അടുത്തു തുടങ്ങാൻ നിങ്ങൾക്ക് സമയം വേണം. അതിന് രണ്ടാളും ഒരുമിച്ച് തന്നെ കഴിയണം. അല്ലിയുടെ കൈപിടിച്ച് ആൽഫിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സെലിം പറഞ്ഞു. ആൽഫിയുടെ മുറിയുടെ വാതിൽക്കൽ തന്നെ നോക്കി പഴിച്ചു നിൽക്കുന്ന ആ പെണ്ണിനെ സെലിം അരികോടി നോക്കി. ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ട് മിന്നുകെട്ട നിന്നു കൊടുക്കേണ്ടി വന്നവൾ ഇപ്പോൾ കുഞ്ഞുമായി ആ പുരുഷന്റെ കിടപ്പറയ്ക്ക് മുന്നിൽ തളർന്നു നിൽക്കുമ്പോൾ ആ മനസ്സ് എന്തൊക്കെ ചിന്തകളിലായിരിക്കും. ഓരോന്നോർക്കെ സെലിൻ അതേ സ്നേഹത്തോടെ അല്ലിയെ ചേർത്ത് പിടിച്ചു. എന്താ എൻ്റെ കുഞ്ഞിന് ഇത്ര സങ്കടം? ഒന്നും ആലോചിച്ച് ടെൻഷനാവണ്ട. അവൻ ആൽഫിയാണ് കുഞ്ഞെ, നിന്നെ പ്രാണനായി കരുതുന്നവൻ. മോള് ഒന്നും ഓർത്ത് വിഷമിക്കാതെ അകത്തേക്ക് ചെല്ല്. അല്ലിയുടെ തളർന്നു നിൽപ്പും മുഖത്തെ പേടിയും അതിലേറെ അവളുടെ സങ്കടവുമൊക്കെ മനസ്സിലാക്കിയതുപോലെ സെലിൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സെലിൻ പറയുന്ന വാക്കുകൾ കേൾക്കെ വീണ്ടും എന്തിനോ അല്ലിയുടെ മിഴികൾ ഈറനണിഞ്ഞു. പറഞ്ഞു പറഞ്ഞ് എൻ്റെ കൊച്ചിനെ കരയിക്കുമോ ആൻറ്റി? പെട്ടെന്ന് ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അതിൽ ചാരി നെഞ്ചിൽ കൈപിടിച്ചു കെട്ടി നിന്നുകൊണ്ട് ആൽഫി തിരക്കി. അവൻ്റെ നിൽപ്പും നോട്ടവും കാണി അല്ലി വിറയലോടെ മുഖം താഴ്ത്തി സെലിനോട് ചേർന്ന് നിന്നു. ഓ, നിന്റെ കൊച്ചിനെ ഞാൻ അങ്ങനെ കരയിക്കുകൂടാ. അവളെൻ്റെ മോളല്ലേ, എൻ്റെ അല്ലിക്കുഞ്ഞ്. അല്ലിയുടെ കൈപിടിച്ച് ആൽഫിയുടെ അരികിലേക്ക് നിർത്തിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ സെലിം പറഞ്ഞു. അവൻ്റെ ദേഹത്തൊന്ന് മുട്ടിയതും അല്ലി പതറിക്കൊണ്ട് നീങ്ങാൻ നോക്കി. എങ്കിലും ആൽഫി അവളുടെ കൈ കോർത്ത് പിടിച്ചതുകൊണ്ട് അനങ്ങാനാവാതെ അല്ലി തളർന്നു നിന്നു. എടാ, ഞാൻ താഴേക്ക് പോവാണ്. എൻ്റെ കുഞ്ഞിനെ നോക്കണേ. ആൽഫി രാത്രി ഒന്ന് ശ്രദ്ധിക്കണേ. സെലിൻ ആൽഫിയോട് പറഞ്ഞിട്ട് അല്ലിയുടെ കവളിലൊന്ന് തട്ടിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. ഈമ. പതറി മുഖം കുനിച്ച് നിൽക്കുന്നവൾ ആൽഫിയുടെ വിളിയിൽ ഞെട്ടി മുഖം ഉയർത്തി നോക്കി. എന്തിനാ പേടി? കയറി വാ. പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു തന്നെ റൂമിനുള്ളിൽ കയറി വാതിലടച്ചു ആൽഫി. വാടാ, എന്തിനാ എൻ്റെ ഇമ്മ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യം നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാമെടാ. അവളെ ബെഡിലേക്ക് ഇരുത്തിയിട്ട് ആൽഫി പറഞ്ഞു. അപ്പോഴേക്കും അവളെ കണ്ട് മതിവരാതെ നോക്കുന്നുണ്ടായിരുന്നു ആൽഫി. എനിക്ക് എന്നെ എന്തിനാ ഇങ്ങനെ? പതറി എന്തൊക്കെയോ ചോദിക്കാൻ വെമ്പുന്നവളെ പ്രണയത്തോടെ നോക്കി ആൽഫി. ഇപ്പോൾ ഇച്ചൻ്റെ കൊച്ച് ഒന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ കിടക്കാൻ നോക്ക്. അവളെ അലിവോടെ നോക്കി ആൽഫി പറഞ്ഞു. മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് ബെഡിന് ഓരം ചേർന്ന് കിടന്നു അല്ലി. ചുവരിലേക്ക് നോക്കി ശ്വാസം അടക്കി പിടിച്ചുള്ള അല്ലിയുടെ കിടപ്പ് നോക്കി ഒരു നിമിഷം നിന്നിട്ടാണ് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയത്. ആൽഫി തിരികെ വന്ന് അടുത്ത് കിടക്കുന്നത് അറിഞ്ഞെങ്കിലും കണ്ണുകൾ മുറുകെ അടിച്ച് കിടന്നു അല്ലി. ഇമ റിലാക്സായി കിടന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ കുഞ്ഞിനാണ് കേട്. മലർന്നു കിടന്നുകൊണ്ട് ആൽഫി പറഞ്ഞതും അവൾ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. അവളുടെ കാട്ടിക്കൂട്ടൽ കാണി ആൽഫിക്ക് ആ പെണ്ണിനോട് പാവം തോന്നി. നീ എന്തിനാ വിനു ഇവളെയും കൂട്ടി ഇങ്ങോട്ട് കയറി വന്നത്? ഡാലിയും കൂട്ടി അരമന വീട്ടിൽ കയറി വന്ന വിനോദിനോട് വനജ ഡാലിയെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് തിരക്കി. പിന്നെ എൻ്റെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ടല്ലാതെ മറ്റെങ്ങോട്ട് അമ്മയെ പോകേണ്ടത്? വിനു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിരക്കി. നിന്റെ ഭാര്യയോ? എന്നു മുതൽ? എനിക്കൊരു മകനുണ്ട്. അവൻ ഭാര്യയുമായി പിരിഞ്ഞ് എന്നേ എനിക്കറിയൂ. ഡാലിയുടെ കഴുത്തിൽ തൂങ്ങുന്ന താലിയും സീമന്ത രേഖയിലെ സിന്ദൂരം കാണി ദേഷ്യത്തോടെ അവർ പറഞ്ഞു. അമ്മ, ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഇവളെൻ്റെ ഭാര്യയാണ്. ഇനി ഇവിടെ കഴിയാമല്ലോ. സ്റ്റെയർ ഇറങ്ങി വരുന്ന പ്രഭാകരനെ നോക്കിയിട്ട് വനജയോട് തിരക്കി. കഴിഞ്ഞ 6 മാസമായിട്ട് നീ എവിടെയാണോ താമസിച്ചത് അതുപോലെ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോണം. മുഖം തിരിച്ചു പ്രഭാകരനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. ഇതുവരെ താമസിച്ചതുപോലെ ഇനി പറ്റില്ല. ഇവൾ പ്രഗ്നൻ്റ് ആണ്. ആരെങ്കിലും ഒക്കെ കൂടെ ഇല്ലാതെ തനിയെ പറ്റില്ല. ഡാലിയെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. കൊള്ളാമല്ലോ എൻ്റെ മോൻ. ഇന്ന് വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ പറയുന്നു അവൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്. ഇതൊക്കെ എന്താ വനജേ? പുച്ഛത്തോടെ മകനെയും അവനോട് ചേർന്ന് നിൽക്കുന്ന ഡാലിയും വെറുപ്പോടെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. എനിക്കൊരു മരുമകളേ ഉള്ളൂ. അത് അല്ലിയാണ്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് ഞങ്ങളുടെ പേരക്കുട്ടി. പിന്നെ നീ എവിടെയും ഒക്കെ പോയി ഇതുപോലെയുള്ള ഓരോന്നിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരരുത്. അങ്ങനെ കാണുന്നവർക്ക് കയറി വരാനുള്ളതല്ല അരമന വീട്.
കിതപ്പോടെ പ്രഭാകരൻ മകന്റെ മുഖത്തേക്ക് തർപ്പിച്ചു നോക്കി പറഞ്ഞു. ഇവിടെ കയറാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയോ? നിങ്ങളീ പറയുന്ന പുണ്യാളത്തി അല്ലി നിങ്ങളുടെ പേരക്കുട്ടിയെ വയറ്റിലിട്ടുകൊണ്ട് വേറെ ഒരുത്തനെ കെട്ടിയതറിഞ്ഞില്ലേ? പിന്നെ ഇന്നലെ അവളുടെ ആദ്യ രാത്രി ആയിരുന്നു. ഇപ്പോൾ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ആ ഗർഭം ഇപ്പോഴും ഉണ്ടോ കലങ്ങിയോ എന്ന്. അലിയെക്കുറിച്ച് അയാൾ പറഞ്ഞത് കേൾക്കെ നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്തിൽ ഡാലിയെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞു നിർത്തിയ നിമിഷം ഡാലിയുടെ നിലവിളി കേട്ട് മുഖമുയർത്തിയ വിനോദിന്റെ കവിളിലും വനജയുടെ അടി വീണു കഴിഞ്ഞിരുന്നു. അമ്മേ! വിനോദ് വേദനയോടെ അലറി. മിണ്ടരുത്, വിളിക്കരുത് നീ അമ്മയെന്ന് എന്നെ. ആലിയെക്കുറിച്ച് പറയാൻ ഇവളെപ്പോലെ ഒരു പേച്ചവൾക്ക് എന്ത് യോഗ്യത ഉണ്ടടാ? ഈ വീട്ടിൽ നിന്റെയും ഇവളുടെയും പേക്കോത്ത് നേരിട്ട് കണ്ടിട്ടല്ലേടാ ആ പെണ്ണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതിനു മുമ്പേ നിനക്കറിയാമായിരുന്നു അവളുടെ വയറ്റിൽ നിന്റെ കുഞ്ഞുണ്ടെന്ന്. എന്നിട്ട് നിനക്ക് അവളെയും ആ കുഞ്ഞിനെയും വേണ്ടെങ്കിൽ അവൾക്ക് പിന്നെ എന്തിനടാ നിന്നെ? അല്ലേ മറ്റൊരു വിവാഹം കഴിച്ചത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അവളെ സ്നേഹിക്കുന്ന ഒരുവനോടൊപ്പം സന്തോഷത്തോടെ അവൾ ജീവിക്കട്ടെ. പിന്നെ ഈ വീട്ടിൽ ആ പെണ്ണ് ഒഴുക്കിയോ കണ്ണുനീരും വേദനയ്ക്കും ആദ്യം വൈകാതെ നീ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ നിന്നെപ്പോലൊരു വിഷത്തെ പെറ്റുപോറ്റിയതിനുള്ള ശിക്ഷ എനിക്കും കിട്ടും. വനജ തൊണ്ടയിടറി പറയാൻ കഴിയാതെ ഒരു നിമിഷം നിന്നു. ഇനി നീ ഈ വീട്ടിലേക്ക് ഇവളുമായിട്ട് കയറി വരുത് വിനു. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഇവളെയും കൂട്ടി പോകാൻ നോക്ക്. പിന്നെ സ്വത്തുക്കൾ നിനക്കുള്ളത് എന്താന്ന് വെച്ചാൽ ആദ്യം വൈകാതെ നിന്റെ പേരിൽ എഴുതിത്തരും. ബാക്കി പറഞ്ഞത് പ്രഭാകരനാണ്. അതെന്താ അച്ഛാ അങ്ങനെ ഒരു പറച്ചിൽ? എനിക്ക് കിട്ടാനുള്ളത് തരുമെന്ന് പ്രഭാകരൻ പറയുന്ന കേട്ടതും വിനോദ് പാപ്പോടെ അയാളോട് തിരക്കി. നീ എന്താ ഉദ്ദേശിച്ചത്? അയാളും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ ചോദിച്ചു. ഞങ്ങളിവിടെ താമസിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് തരാനുള്ളത് തരണം. ഞങ്ങളൊരു വീട് വാങ്ങി താമസിച്ചോളാം. വിനോദ് യാതൊരു ഉളുപ്പുമില്ലാതെ ചോദിച്ചു. അല്ല, നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെയും ഇവളുടെയും കുടുംബത്തിൽ നിന്ന് കിട്ടിയതും ഞങ്ങളായിട്ട് സമ്പാദിച്ചതുമൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് എത്രത്തോളം വേണം നിനക്ക്? കൈകെട്ടി നിന്നുകൊണ്ട് അയാൾ പുച്ഛത്തോടെ അതിലേറെ പരിഹാസത്തോടെ ചോദിച്ചു. അച്ഛൻ കൂടുതൽ പുച്ഛിക്കേണ്ട. ഒറ്റമകൻ എന്ന നിലയിൽ ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്. എങ്കിലും എല്ലാം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ പെൻഷൻ ഉണ്ടല്ലോ. എങ്കിലും നാട്ടിലുള്ള വസ്തുവകകൾ മാറ്റിയിട്ട് ബാക്കി എൻ്റെ പേർക്ക് എഴുതിത്തരണം. വിനോദ് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് കേൾക്കെ വനജയ്ക്ക് ഹൃദയം കീറി മുറിക്കും വിധത്തിൽ നോവ് തോന്നി. ഇറങ്ങിപ്പോടാ നാണമില്ലാത്തവനെ. നിനക്കെന്ത് തരണം അതോ തരണ്ടേ എന്നൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പൊട്ടിത്തെറിച്ച് പറഞ്ഞുകൊണ്ട് വനജ അവർക്ക് മുന്നിൽ വാതിൽ വലിച്ചടിച്ചു. മുഖത്ത് അടിയേറ്റ പോലെ വിനോദിന് തോന്നി. വനജയുടെ ആ ഭാവത്തിൽ അവൻ അത്രയേറെ പകച്ചുപോയിരുന്നു. ഇനിയും എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോകാം. ഡാലിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആകാതെ ദേഷ്യത്തിൽ വിനോദ് പറഞ്ഞു. ഛേ! പ്രതീക്ഷിച്ചു വന്ന കാര്യം നടക്കാതെ വീർത്തുകെട്ടിയ മുഖത്തോടെ അവന് പിന്നാലെ ഇറങ്ങി ഡാലിയ. എന്നാലും അവന് എങ്ങനെ തോന്നി പ്രഭേട്ട നമ്മളോട് സ്വത്ത് ചോദിക്കാൻ വരാൻ? മുഖം കുനിച്ചിരുന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വനജ ചോദിച്ചു. ഇതിൽ കൂടുതൽ നമ്മൾ സഹിക്കേണ്ടി വരും വനജെ. അതുപോലെ ഒരു വിഷവിത്തിന് ജന്മം കൊടുത്തു പോയില്ലേ? സഹിക്കാതെ പറ്റില്ലല്ലോ. അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. നമ്മൾ അല്ലിയുടെ പേരിൽ എന്തു കൊടുത്താലും അവൾ സ്വീകരിക്കില്ല. ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞിനെ അവകാശപ്പെട്ടത് അതിൻ്റെ പേരിൽ എഴുതി വെക്കണം. ബാക്കിയുള്ളത് വിനുവിൻ്റെ പേരിലും. എന്നിട്ട് നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇനിയുള്ള കാലം അവിടെ കഴിയും. കയറിക്കിടക്കാൻ പണ്ടത്തെ കുഞ്ഞു വീടും ചിലവിന് നമ്മുടെ പെൻഷനും മതി വനജെ. ഇനിയും ഈ നാട്ടിൽ നാണം കെട്ട് എനിക്ക് വയ്യ. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കടിച്ചു തൂങ്ങുന്നത്. മുഖവും കണ്ണും അമർത്തി തുടച്ചുകൊണ്ട് വേദനയോടെ പ്രഭാകരൻ പറഞ്ഞു. രാത്രിയിൽ എപ്പോഴോ ഉണർന്ന ആൽഫി മുഖം തിരിച്ച് അടുത്ത് കിടക്കുന്ന പെണ്ണിനെ നോക്കി. ഉറക്കത്തിലും വയറിൽ കൈ ചേർത്ത് വെച്ച് കുഞ്ഞിനെ കരുതലോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നവളെ ഉള്ളിൽ നിറഞ്ഞു തുള്ളി തുളുമ്പുന്ന പ്രണയത്തോടെ നോക്കി ആൽഫി. അരികിൽ കിടക്കുന്ന പെണ്ണ് എൻ്റെയാണ് എന്ന് ഹൃദയം ആർപ്പ് വിളിക്കുമ്പോൾ ഉള്ളിലൊരു ഹർഷോന്മാദം നിറയുന്നുണ്ട്. തനിക്കുള്ളിലെ കാമുകൻ പിടഞ്ഞുണരുന്നുണ്ട് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അവളുടെ കാതോരം പ്രണയം നിറഞ്ഞ വാക്കുകൾ മൊഴിയാൻ. സ്വല്പം ഉന്തി നിൽക്കുന്ന ആ വയറിൻ്റെ തുടിപ്പ് ഒന്നറിയാൻ ഒക്കെ അതിയായ മോഹമുണ്ട്. പക്ഷെ അതിനൊക്കെ ഇനിയുമേറെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും സന്തോഷമാണ്. എൻ്റെ പെണ്ണ് എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടല്ലോ. എനിക്കത് മതി. ഇടനെഞ്ചിലെ പിടപ്പകറ്റ എന്ന പോലെ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചവൻ അവൾക്കരികിലേക്ക് നീങ്ങി. ആ കുഞ്ഞു മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കിക്കിടന്നു. രാവിലെ ആദ്യം ഉണർന്നത് അല്ലിമയായിരുന്നു. അവൾ കണ്ണൊന്ന് ചിമ്മി തുറന്നു നോക്കി. കൺമുന്നിൽ തൻ്റെ മുഖത്തോട് ചേർന്ന പോലെ ആൽഫിയുടെ മുഖം. അല്ലിമല്ലേ അവൻ്റെ അടുത്തു നിന്ന് നിരങ്ങി മാറി എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി. ഇല്ല, ഉണർന്നിട്ടില്ല. നെഞ്ചിൽ കൈവച്ച്
ഒന്ന് ആഞ്ഞ ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ ബെഡിൽ നിന്നിറങ്ങി. ഒച്ച ഉണ്ടാക്കാതെ കബോർഡിൽ നിന്ന് മാറാനുള്ള തുണിയും എടുത്ത് അലി ബാത്റൂമിൽ കയറി വാതിലടച്ചു. ആ വാതിലടഞ്ഞ ശബ്ദം കേട്ടതും കള്ളച്ചിരിയോടെ ആൽഫി കണ്ണുകൾ തുറന്നു. പിന്നെ അവൾ പോയി വഴിയെ നോക്കിക്കൊണ്ട് ഒന്ന് കമിഴ്ന്നു വന്ന് അവളുടെ പില്ലോയിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയം മുഴിഞ്ഞു. ഇമ കുളിച്ചിറങ്ങി വരുമ്പോൾ അല്ലയെ അറിയാതെ അവൻ്റെ കിടപ്പ് നോക്കി നിന്നുപോയി. തൻ്റെ പില്ലോയിൽ മുഖം അമർത്തി വെച്ച് കിടക്കുന്ന ആൽഫിയെ കണ്ട് അവളൊരു നിമിഷം നോക്കി നിന്നു. എന്നെക്കാളും എത്രയും നല്ലൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. എന്തിനാണ് എന്നെപ്പോലെ ഒരു പെണ്ണിനെ? അവനെ നോക്കി നിന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുടിയൊന്ന് ഒതുക്കിയിട്ടു അല്ലി. പിന്നെ കുഞ്ഞു ബാഗിൽ നിന്ന് കറുത്തൊരു പൊട്ടെടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു. താഴേക്ക് പോകണോ ഇമ? കിടക്കയിൽ മലർന്നു കിടന്ന് ഇത്രയും നേരം തലവെച്ച് കിടന്ന പില്ലോ എടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു കിടന്നിട്ടാണ് അവൻ്റെ ചോദ്യം. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോദ്യവും കിടപ്പും നോട്ടമൊക്കെ കാണി വിറയാർന്ന സ്വരത്തിൽ അവളൊന്ന് മൂളി. എന്നാൽ ഇച്ഛൻ്റെ കൊച്ച്, ഒരു നിമിഷം അവിടെ ഒന്ന് നിൽക്ക് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. അവൻ്റെ ഭാവം കണ്ട് അല്ലി പേടിയോടെ പിന്നിലേക്ക് നീങ്ങിപ്പോയി. സൂക്ഷിച്ചിമ്മ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്തുകൊണ്ട് അവൻ മൃദുവായി പറഞ്ഞു. ഞാൻ. അല്ലി വിറച്ചുകൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചു. ഇമ, ആൽഫി അത്രമേൽ ആർദ്രമായി വിളിച്ചു. അല്ലി അവൾ പോലും അറിയാതെ മൂളിപ്പോയി. ശ്രദ്ധിക്കണ്ടേ, പാവമുള്ളതല്ലേ? അരുമയോടെ അവളോട് പറഞ്ഞിട്ട് ലോലമായി ആ വയറിലൊന്ന് തഴുകി ആൽഫി. പിടയിലൂടെ അല്ലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതിറി മാറാനും ശ്രമിച്ചു. അടങ്ങി നിൽക്കുമ, മിണ്ടാതെ നിന്നാൽ ഇപ്പോൾ വിടും. ഞാനില്ലെങ്കിൽ നിന്നെ ഇവിടെ പിടിച്ചു വെക്കും, നിന്റെ ഇച്ഛ. അവളോട് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ടേബിളിന്മേലെ ഇന്നലെ കൊണ്ടുവച്ച കോസ്മെറ്റിക്സ് ഐറ്റംസിൽ നിന്ന് ഒരു കൺമഷി തപ്പിയെടുത്തു. എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്കതൊന്നും വേണ്ട. അവനത് എടുക്കുന്നത് കണ്ടതും അല്ലി പറഞ്ഞു. ഞാൻ എൻ്റെ ഇമ്മക്കുട്ടിയോട് ചോദിച്ചോ വേണോ വേണ്ടയോ എന്ന്. ചോദിക്കുന്നതിനൊപ്പം ആൽഫ അത് തുറന്ന് ചൂണ്ടുവിരലാൽ തോണ്ടിയെടുത്ത കൺമഷി അവളുടെ ഇരുകണ്ണിലും നിറയെ പീലികൾ നിറഞ്ഞ കൺപോള വിടർത്തി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോഴല്ലേ ഇച്ചയുടെ ഇമക്കൊച്ചായത്? പകച്ചു നിൽക്കുന്നവളുടെ കവിളിലൊന്ന് തട്ടിപ്പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടുത്തവും വിട്ടു ആൽഫി.